അത് അവിടെ നോക്കുന്നുണ്ടാ പേടിക്കുന്ന. പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കരുത്. ഇപ്പൊ വണ്ടി ഇങ്ങനെ നിൽക്കുക. നമുക്ക് ഈ ട്രാക്കിൽ വന്നാൽ മതി, ഇവിടെ വന്നാൽ മതി വണ്ടി. അങ്ങനെ എടുക്കാൻ നോക്കരുതെന്നാ പറഞ്ഞത്. തട്ടാൻ പോണ ഇതേട്ടാ ആദ്യം. ഇവിടെ വരെ നമുക്ക് വരാമെന്ന് നോക്കാറിയാം. ഇവിടെ വെച്ച് ഇതാ പെട്രോൾ തോന്നിയാൽ എന്ത് ചെയ്യണം, കുറച്ച് തിരിച്ചാൽ അത് എപ്പോൾ പുറത്ത് വരുന്നോ അവിടെ നിർത്തി വീട് നേരെയാക്കി എനിക്ക് കയറിച്ചല്ലാവുള്ളൂ. ഉള്ളിൽ നേരെയാക്കാനല്ല, ഇനി കയറും തോറും ഈ സ്ട്രെയിറ്റ് ആവും. പിടിയിട്ടുന്നുണ്ടോ പ്രവേശിക്കും. ഈ പേടി മാറ്റിയിട്ട് പോവാം. ഓക്കെ, നോക്കി അതേപോലെ പഴയ തരത്തിൽ നിർത്തി നിർത്തി തന്നെ എടുക്കുന്ന റോഡല്ല. ശരിക്കും പേടിയാണോ? ആ ചരട് മേടിക്കണം. ചരട് വേണം, ചരട് വേണം. 36,000 രൂപയുടെ ചരട് ഇരിപ്പുണ്ട്. വേണം 3,26,000. യാ സത്താർ യാ മത്താർ യാ ഹു അല്ല നമുക്ക് ഞാൻ പറയാം. കാണാൻ മേല ശരിയല്ലേ? പക്ഷെ അവിടെ ഒന്നും ഇല്ലെന്നറിയാലോ, എവിടം വരെ വരാന്നറിയാലോ. വരുന്നോറും ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പോവാതിരുന്നാൽ മതി വണ്ടി. ഇവിടുന്ന് ഇച്ചിരി ഇച്ചിരി തിരിഞ്ഞ് വന്നാൽ മതി. ഓക്കെ ആണോ? മതിയോ? സമാധാനിക്കുക. വെറുതെ പിടിച്ച് ചവിട്ടി താത്തരുത്. നോർമല പയ്യെ കുറേശ്ശെ തിരിഞ്ഞ് അതായത് പിന്നെ അടിപ്പിച്ചതെന്ന് പറഞ്ഞു. ചവിട്ടി കൂടും തോറും വണ്ടി പുറകോട്ട് പോയാലും ഒന്നും ഇല്ലായിട്ട് നമുക്കറിയാമല്ലോ. പിന്നെ അങ്ങനെ കാണിക്കാം. ആരെ പിടിക്കാം? മതിയാ മതി. കുറേശ്ശെ തിരിച്ച് കുറേശ്ശെ ഇരിക്കരുത്. വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുക. വേണ്ട, ഇനിയൊന്ന് ബ്രേക്ക് നോക്കിക്കുക. എങ്ങനെയാണ് നിൽക്കുന്നത്? അകത്താണ് നിൽക്കുന്നത്. ശരിയല്ലേ? ഇനി ഒന്ന് അനങ്ങുമ്പോൾ അത് പുറത്ത് വരുമോ നോക്കിയാൽ മതി. പയ്യ മതി. പിടിപ്പിക്കരുത്, കറങ്ങും. പിടിപ്പിക്കരുത്. അത്ര പവറിൽ ആക്സിലേറ്റർ കൊടുക്കരുത്. റോഡ് പോയാലും ഒന്നും ഇരിക്കാനില്ല പുറകിൽ. കേട്ടോ, ഫ്രീയായിട്ട് പയ്യ ഒന്ന് ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും. പയ്യ മതിയാണ്. പുറത്തായ കയറി വരുന്നത് നീങ്ങുന്നോറും പുറത്താവുമോ നോക്കിയാൽ മതി. പയ്യ നീങ്ങും. പുറത്താവുന്നുണ്ടോ? ആളുകൊണ്ട് പേടിക്കുന്നുണ്ടല്ലോ. എന്താ മായ? അങ്ങനെ വാ. പയ്യ മതി. ഇനി കുറച്ച് നിവർത്തി കൊടുക്കും നേരെ. അങ്ങനെ കേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഇരിക്കില്ല. നിവർന്നാ മതി വണ്ടി. അതുപോലെ തന്നെ പുറകിലേക്ക് കുറച്ച് അങ്ങോട്ട് തിരിച്ചു മതി. പുറത്തോട്ട് കുറച്ചുകൂടെ തിരിച്ചു അങ്ങോട്ട് വേണം. പോട്ടെ ബ്രേക്ക് വീലും നേരെ ആക്കി പുറത്തോട്ട് വണ്ടിയുടെ ബോണറ്റിന് അത്ര ഹൈറ്റ് ഉണ്ട്. ശരിയല്ലേ? ഇടിക്കുമ്പോൾ അവിടെയല്ലേ ഇടിക്കുള്ളൂ. ആ മതിലിനും ആ പൊക്കം ഇല്ലേ? ശരിയല്ലേ? അത് മറയുന്നവരെ നമുക്ക് മുന്നിൽ ചെല്ലാം. പേടിക്കരുത്. ഇത് നോക്കാം. എനിക്ക് ഒരു ഹൈറ്റ് കാണാവോ നോക്കിയാൽ മതി. കാണാവാ? മറയുന്നുണ്ട് പറയണേ. മറഞ്ഞാ ഇപ്പോളാ വേണ്ട. വണ്ടി കുത്തനെ കിടക്കുന്നോണ്ടാ തെളിഞ്ഞ് കണ്ടോണ്ടിരിക്കുന്നത്. താഴേക്കാ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കയറ്റത്തിൽ നിന്നാ വരുന്നത്. അവിടെ തെളിഞ്ഞ് കാണാൻ പറ്റില്ലേ? അപ്പം ഇടിക്കുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കാണാൻ പറ്റില്ലേ? അടുത്ത് വന്നെന്ന് അറിയാൻ മേലെ? അകലെയാന്നറിയാവാ? എത്ര ദൂരം ഉണ്ടാവും ഞാനുമായിട്ട് വണ്ടി? ഒരു ഏകദേശം പറ. എടുത്താലുടനെ ഇടിക്കുവാ? ഉറപ്പല്ലേ? ഒരു 2-3 ചുവടിനുള്ളിൽ ഇടിക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കിയാ അടുത്താണോ? കുറച്ചടുത്താ വണ്ടി നിൽക്കുന്നത്. ശരിയല്ലേ? എടുത്താൽ ചിലപ്പോൾ തിരിച്ചില്ലേ ഇടിക്കും. അങ്ങനെ പേടിച്ചാൽ മതി. പിടിക്കുന്നുണ്ടോ? കാണാമല്ലോ നമ്മുടെ കണ്ണിൽ. കാണാൻ വയ്യെങ്കിൽ പേടിക്കാം. ഇപ്പൊ കാണാമല്ലോ. അത് ഡ്രൈവ് എടുത്തോണ്ട് ഓടരുത്. ലെഫ്റ്റ് നോക്കി അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞു വന്നാൽ മതി. പതിയെ ഉരുണ്ട് പോയാൽ മതി. കാല് ഒരുപാട് കൊടുക്കരുത്. അപ്പൊ വീല് സ്പിന്നാവും. ലെഫ്റ്റ് നോക്കി മൊത്തം എടുത്ത് തിരിക്കുമ്പോൾ മാത്രമേ ഇടിക്കുള്ളൂ. ഇരിക്കില്ല. ബ്രേക്ക് തിരിച്ചല്ല മോള് നേരെ ലോകത്ത് പോകുന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് അങ്ങനെ തന്നെ പുറകോട്ട് പോകും. കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ് ബിസിനസ്. അകലം ഉണ്ടല്ലോ.
അപ്പൊ മുന്നോട്ട് ഓടി വരായിരുന്നാ മതി. ഇച്ചിരി കൂടെ വേണം തിരിച്ചോ, പേടിക്കാതിരിക്കാൻ. ഒന്നുകൂടെ തിരിച്ചോ, ഒന്ന് എടുക്കണ്ട, ഒന്ന് തിരിച്ചോ. മതി. തിരിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് വരത്തില്ലല്ലോ ഇനി വരുവാ. കാരണം അകലമുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ടില്ലേ, ഇനി മുന്നോട്ട് വരുമ്പോ ഇവിടുന്ന് മാറുമോ നോക്കിയാ മതി. ഈ ഫ്രണ്ട് ഇത് പതിയെ എടുത്ത് കറക്കരുത്, പതിയെ അങ്ങനെ വന്നാ മതി. മാറിയാ, ബ്രേക്ക് വേണ്ട. പിന്നെ ഓടരുത്, കാരണം ശ്രദ്ധ ഇവിടെയാ. അപ്പൊ ഇവിടെ തട്ട് കിട്ടും. പിടികിട്ടണുണ്ടാ? റിവേഴ്സിൽ അഡ്വാൻസ് തിരിക്കാനാ നോക്കുന്നത്. അഡ്വാൻസ് തിരിക്കും തോറും ഈ റൈറ്റ് സൈഡിൽ വണ്ടിക്ക് തട്ട് കിട്ടും. പിടികിട്ടുന്നുണ്ടാ? നമുക്കിത് ഇവിടം വരെ വണ്ടി ഓടി വന്നാൽ ഒന്നും ഇടിക്കാല്ലെന്ന് അറിയാം. ശരിയല്ലേ? ഇവിടുന്ന് തിരിഞ്ഞു തുടങ്ങിയാ മതി വണ്ടി. ഈ കാട്ടിൽ പോവാതെ ഇവിടം വരെ നേരെ വരാൻ പറ്റും. ഇവിടുന്ന് ബെൻഡ് ചെയ്ത് തുടങ്ങിയാ മതി വണ്ടിയെ. ഡ്രൈവ് എടുക്കും, പതിയെ കയറി പോകും. ആ കാട്ടിലേക്ക് പോവാതെ ഫ്രണ്ടിൽ നിന്ന് അറിയില്ല. കുറേശ്ശെ തിരിഞ്ഞു പോവാം. കാട്ടിലേക്ക് പോകുന്നു. നോക്കിക്കാൻ പുറത്താണ്. അതാണ് നീങ്ങണ്ട. ഓക്കെ, പതിയെ മുന്നോട്ട് കയറി മാറുമോ നോക്കും. മാറുന്നിടത്ത് വീണ്ടും നിർത്തണം. മാറുന്നുണ്ടാ? അപ്പൊ ബ്രേക്ക് കണ്ട. കല്ലിന് നേരത്താണോ അതോ പൂർണ്ണമായിട്ട് മാറിയാ മാറി ഫ്രണ്ടിലേക്ക് മാറി. കാരണം അങ്ങോട്ടല്ലേ എയിം ചെയ്ത് നിൽക്കുന്ന വണ്ടിയുടെ ദേട്ടോ. ഈ ഭാഗം നോക്കിയാ ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത്. ഇവിടെ നിന്നും കൂടെ ഒന്ന് മാറണ്ടേ? അങ്ങനെ തന്നെ വേണ്ട. ഇതേലിടിക്കില്ലെങ്കിൽ പിന്നെ അവിടെ ഇടിക്കാൻ പോയില്ല. ഇനി മുന്നോട്ട് ചെല്ലുമ്പോ അവിടെ നിന്ന് മാറുന്നുണ്ടോ നോക്കിയാൽ മതി. ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്ത് പൊടിക്കൂടെ, അതേന്ന് മാറുമെന്ന് അറിയാൻ. മാറിയാ ബ്രേക്ക്, പിന്നെ നീങ്ങണ്ട. ആ തിരിച്ചത് നിവർത്തും. കണ്ടാ? ഒന്ന് നിവർത്തി. നമ്മുടെ ബോധ്യം മതി. അത് ഒന്ന് നിവർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി അനങ്ങുമ്പോ അങ്ങോട്ടാണ് പോണെങ്കിൽ പിന്നെ നിവർത്തണം. അങ്ങോട്ടാ പോകുന്നെങ്കിൽ അനക്ക് അങ്ങോട്ടാണോ? അപ്പൊ ബ്രേക്ക് നിർത്തി പോയാൽ മതി. എന്നേ ബാക്കിയും കൂടെ നിർത്തും. ബ്രേക്ക് ചെയ്ത് പിടിച്ചിട്ട് ബാക്കിയും കൂടെ നേരെയാക്കുക. കണ്ടാ? ഇനി ഒന്ന് നീങ്ങി നോക്കും. എങ്ങോട്ടാ പോണേ? കല്ലിലേക്കാണോ നോക്കണം? ബ്രേക്ക് ആണോ? അപ്പൊ എങ്ങോട്ട് മാറണം? പുറോട്ട് പോകും. ബാക്കിലെ വൈപ്പറും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത് തന്നെ വർക്ക് ചെയ്യുന്നു. വായോ പയ്യെ വരട്ടെ. ഇച്ചിരി ആക്സിഡൻറ്റ് പൊടിക്കും. ആ കാർഡ് ചുവപ്പ് വന്ന വരെ. അത് തന്നെ. ഇച്ചിരി കൂടെ വരട്ടെ. ബ്രേക്ക് ചെയ്ത് വിടും. ഫുള്ള് ലെഫ്റ്റ് തിരിക്കും. ഞാൻ ഡ്രൈവ് ഇട്ടെ. ഇച്ചിരി ബ്രേക്ക് ലൂപ്സ് ചെയ്ത് കൊടുത്തേ. ഈ പോണ വഴി ആ ട്രാക്കിലേക്ക് പയ്യെ കൊണ്ടുവരണം വണ്ടിയാ. കണ്ട? തിരിഞ്ഞത് ഇങ്ങനെ കിടക്കുക. വട്ടം കറക്കരുത്. വരുവോ നോക്ക്. കാരണം ഇത്രയും വീതി ഉണ്ടെന്ന് അറിയാലോ നമുക്ക്. തിരിക്കണ്ട, ചുമ്മായിട്ട് തിരിക്കണ്ട. അതേ കണ്ട മാറിക്കൊണ്ടിരിക്കുക. മാറുമെങ്കിൽ പിന്നെ തിരിക്കണ്ടല്ലോ നമുക്ക്. ഇച്ചിരൂടെ ആ ട്രാക്ക് കിട്ടുന്നതനുസരിച്ച് ലെവൽ ചെയ്തോണ്ടിരിക്കണം വണ്ടിയാ. കണ്ട? അങ്ങനെ അവിടെ നിൽക്കട്ടെ. റിവേഴ്സ് സ്ട്രെയിറ്റ് ആ റോഡിലേക്ക് ബാക്ക്. ആ റോഡ് എവിടെയാന്ന് കണ്ട? മാറ്റി ആ റോഡിലേക്ക്. അങ്ങോട്ട് മാറ്റി. മതി. ഇച്ചിരി പുറകോട്ട് എടുക്കുമ്പോ ആ റോഡിലേക്ക് വണ്ടി വരും. വേണ്ട, ഈ സൈഡിലെ ബ്ലൂ ആ എഡ്ജ് വരുന്നതനുസരിച്ച് ലെവൽ ചെയ്യാൻ തുടങ്ങിക്കണം. ബ്രേക്കിൽ പോവാ. ലെവൽ ചെയ്ത് പോവാ. അതിന് ബാക്കിലേക്ക് എഡ്ജ് കറക്റ്റ് ചെയ്ത് പുറകിലേക്ക് പോട്ടെ. പോലെ അതിന് വാ. ആ റോഡിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കണം വണ്ടിയെ. പുറകിലേക്ക് ചെല്ലും തോറും ഇവിടെ കാണാമല്ലോ. ഇനിയിപ്പോ കാട്ടിലേക്ക് ആയിരിക്കും പോകാൻ പോണത്. പൊന്നിലേക്ക് ചെല്ലും തോറും അതിനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നോക്കറിയാം അതൊക്കെ. എങ്ങോട്ടാ മാറണ്ടേന്ന് നോക്ക്. ഏത് സ്ഥലത്തേക്കാ വണ്ടി പോണേന്ന് നോക്ക്. അതെ, ഇതില് നോക്കടാ. കണ്ട? വീതി അത്ര മതി. ഇച്ചിരി പുറകോട്ട് വിട്ടുകൊടുക്കും. ബ്രേക്ക് വീണ്ടും നേരെ ആക്കി കൊടുക്കും വണ്ടിയെ. നേരെ കണ്ട? ഇച്ചിരി കൂടെ പുറകോട്ട് എടുക്ക്. വീതി ഇവിടെ കൂടിയാ വീണ്ടും ഇങ്ങോട്ട് അടുപ്പിക്കണം. ഇവിടെ ഈ സൈഡ് കൂടിയാ. വാ.
വരട്ടെ. ആ മതി, ബ്രേക്ക് ഡ്രൈവ് ഇട്. നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടെ ചെയ്തേ. ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫുള്ള് തിരിച്ച് അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ഫ്രണ്ട് എവിടം വരെ പോകാൻ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാവണം. അവിടെ എന്താ തട്ടാനുള്ളത്, എവിടം വരെ കയറി ചെല്ലും അന്നുണ്ടായിരിക്കണം. ബ്രേക്ക് കണ്ടാ. എവിടെയൊക്കെ നോക്കണം? ആദ്യം നോക്കണ്ട അവിടുന്ന് വണ്ടി ഉണ്ടോ ഇല്ല. ഇനി ഈ വിഷ്വലും നേരെ ബാക്കിലെ വിഷ്വലും. ബാക്കിൽ ആര് വന്നാലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ നോക്കിക്കോണം, ഈ ബാക്ക് നോക്കിക്കോണം. ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നോണ്ടാണ് കിടന്ന് അടിക്കുന്നത്. ഇവിടെ നോക്കി കൺഫേം ചെയ്തോണം അകലം. ഒന്ന് ബ്രേക്ക് ചെയ്ത് ഡ്രൈവ് ഇട്ട് ഒന്നുകൂടെ അകത്തോട്ട് കയറി കൊടുത്ത് ഇച്ചിരി മുന്നോട്ട് എടുത്തു. പിടിപ്പിക്കല്ല ഇത്തിരിയുടെ മുന്നോട്ട് കയറി കൊടുക്കണേ. പോലെ ആ ചേട്ടൻ പോകുമോ നോക്കട്ടെ. അയാൾ പോയി റിവേഴ്സ്. ഒരുപാട് പിടിപ്പിച്ച വണ്ടി ഇതുപോലെ പിന്നാവും കേട്ടോ. അത്ര ആക്സില് വീല് കിടന്നിങ്ങനെ റോളാവുന്നത്. അങ്ങനെ തന്നെ പിടിച്ചു, അതുപോലെ പുറകോട്ടോ. ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയോ. ആ വിഷ്വൽ ഇവിടെ നോക്കിക്കോണം കേട്ടാ. മതി ബ്രേക്ക്. റെഡ് എത്തുമ്പോ നിർത്തിക്കോണം വണ്ടി. ഡ്രൈവ് ഇടും. എങ്ങോട്ട് തിരിയണം? തിരിച്ചോ, മൊത്തം തിരിച്ചോ. ഇനി സ്ക്രീനിൽ നോക്കരുത്. ഇനി ഇങ്ങനെ നടക്കുന്ന വണ്ടി ഒന്ന് ഇങ്ങോട്ട് കിട്ടണം. ഫുള്ള് തിരിക്കും. ഇനി കിട്ടുന്ന അനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ചെയ്തോണ്ടിരിക്കും. കുറേശ്ശെ അങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇടുങ്ങിയ വഴി കൂടെ. അല്ലാതെ ഒറ്റ തിരിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടാ. ഇതിപ്പോ ഓക്കെയാണ്, ചെയ്യാൻ പറ്റില്ലേ? പോട്ടെ. ആ ഫ്രണ്ട് മാക്സിമം കയറ്റിയാൽ നമുക്ക് ബാക്കി സ്ഥലം കിട്ടും. മുന്നിലേക്ക് ഇങ്ങനെ വണ്ടിക്ക് നീളം ഉണ്ടെന്ന് ഒന്നുമില്ല. എന്റെ മോള് പയറ് പോലെ അതിനകത്ത് കയറുക ഇറങ്ങാൻ ചെയ്തു. എന്നിട്ട് റിവേഴ്സ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടം വരെ വന്ന് തിരിയുമ്പോ തന്നെ റിവേഴ്സ് ഓക്കെയാ. വെറുതെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഇതല്ല. പോട്ടെ, നോക്കണ്ട, നേരെ നോക്കി. ഫ്രണ്ടിലേക്ക് നീളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. എവിടെ ഇങ്ങനെ റാ പോലെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ, അല്ലാതെ നേരെ തിരിയാൻ പറ്റില്ല. ഇനി അതും വേണ്ട. ഇവിടെ പേടിയാണെങ്കിൽ അവിടെ പുറത്തിട്ടേച്ച് കയറി ഇങ്ങോട്ട് നടന്ന്. എനിക്ക് നടക്കത്തുള്ളൂ. വെറുതെ അല്ല ഞാൻ പറയാം, പേടിയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാ. പഠിക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഒരു കുഴപ്പമില്ല മോളെ. ഇത് ഉപയോഗിക്കും തോറുക ഇവിടെ കണ്ടല്ലോ ഇങ്ങനെ തിരിഞ്ഞിറങ്ങി പോകാൻ പറ്റില്ല. ഒരു റാ പോലെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ഥലം യൂസ് ചെയ്യണം. ഈ ലെഫ്റ്റിൽ കാണുന്ന സ്ഥലം ഒന്ന് ഇങ്ങോട്ട് അകത്തിയിട്ട് ഇനി തിരിഞ്ഞു പോവാം. ബ്രേക്ക് ചെയ്ത് തിരിഞ്ഞു പോവാം. പിന്നെ ഇങ്ങോട്ടാ പോകണ്ടേ? ഇങ്ങോട്ട് ആണോ? ഭാഗ്യം. ഞാൻ കരുതി അങ്ങോട്ടാന്ന്. വട്ടം കറക്കി തീർക്കരുത്. കണ്ട ഈ ഗ്യാപ്പ് മനസ്സിൽ എടുത്തെടുത്ത് കൊണ്ടുചെല്ലും. ചെല്ലും തോറും വണ്ടി കുറച്ച് നിവരണം, പിന്നെ തിരിയണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പറപ്പിക്കാതിരുന്നാ മതി. എടുത്ത് എത്തി നോക്കണ്ട. കഴുത്ത് ഞാൻ തല്ലി പിടിക്കും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. എന്തിനാ അങ്ങനെ ഒരു വിഷ്വൽ എടുക്കുന്നത്? എന്റെ മതി ഇപ്പഴേ തീർന്നു ചവച്ചപ്പിളെ. അവനെ എടുത്ത് തലേ കയറ്റരുത്. സൈഡ് നോക്കിക്കാൻ. അങ്ങനെ വിട്ടുമാറി കൊടുക്കൊന്നും വേണ്ട. ആ ഉള്ള സ്ഥലം ഉപയോഗിച്ച് പൊയ്ക്കോ. പോയാലോ? എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ചങ്ങനാശ്ശേരിക്ക് പോവാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ മോൾ എവിടെയും പൊക്കോളും. മനസ്സിലായോ? പോട്ടെ. ജിപ്സിയുടെ ഒപ്പത്തിന് ഓക്കെ. ഇനി റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ചാ. ഇനി മുന്നോട്ട് എടുത്താൽ നമ്മുടെ ബാക്ക് ഇവിടെ വരും. ഈ സ്ഥലത്തേക്ക് വരും. ഇപ്പൊ ബാക്ക് നേരെ നിൽക്കുകയല്ലേ. ഇനി മുന്നോട്ട് എടുത്ത് ഫ്രണ്ട് നോക്കിക്കോണം. എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കിക്കോ. ഇനി ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ നോക്കിയാ കണ്ടാ ബാക്ക് അങ്ങോട്ട് ചരിഞ്ഞു വന്നില്ലേ? ഇല്ലേ? ഇച്ചിരി മുന്നോട്ട് എടുത്ത് വേണേ. നിക്കട്ടെ. കിട്ടിയാ റിവേഴ്സ്
ഞാൻ പറഞ്ഞു ടാറ്റയുടെ വണ്ടി ഏറ്റവും സിമ്പിളാണ്. ഇനി ആ ലൈറ്റ് ബ്ലൂവിനെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ മതി. അതിനിടയ്ക്ക് വരുന്ന രീതിയിലാക്കി വെക്ക്, ഈ ഗ്യാപ്പിലേക്ക് ഈ വഴിയിലേക്ക് ആക്കി വെക്കും. കണ്ട ആ രണ്ട് ജീപ്പിലും തട്ടാത്ത രീതിയിൽ തിരിച്ചു വെക്കുക. അതിനെ ഇച്ചിരി കൂടെ തിരിച്ചോ. കണ്ട ഇനി ബാക്കിലേക്ക് ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലം കുറയുകയാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തോണം. നിർത്ത്, ഇവിടെ കൂടുന്ന കണ്ട അപ്പൊ വീണ്ടും തിരിക്കണം. കണ്ട ഇനി ഇച്ചിരി പൊറോട്ടിയല്ലേ ബ്രേക്ക് കണ്ട രണ്ട് ഗ്യാപ്പിലല്ലേ നിക്കുന്നത്. അപ്പൊ വീണ്ടും ബ്രേക്ക് വീണ്ടും നോക്ക്. ഇനി ഈ ബ്ലൂ ഇടിക്കുന്നെങ്കിൽ ഈ ബ്ലൂ കണ്ട ഈ ജീപ്പായിട്ട് അടിക്കുള്ളൂ. പുറകോട്ട് ചെല്ലുന്നവരും മാറുമോ നോക്കിക്കോണോ അത്. കണ്ട ഇനി അത് ഇത് പാരലാവും. ബ്രേക്ക് 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 ഇവിടെ പാരലാവും മക്കളെ. കണ്ട ഇനി വീല് നേരെയാക്ക്. സ്ട്രൈറ്റ് ആകട്ടെ പക്ക. ഓക്കെ ഇനി ബാക്കിലേക്ക് ചെല്ല്. ആ റെഡ് ലൈൻ വരുന്നവരെ ചെല്ലാം. നിർത്തി 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 പോണം. ബ്രേക്ക് റോക്കറ്റ് വിട്ട പോലെ പോണം. ബ്രേക്ക് ബ്രേക്ക് കണ്ട എടുത്തോണ്ട് ഓടരുത്. ന്യൂട്രലാക്ക് ഞാൻ രണ്ട് നേർച്ച നേർന്നിട്ട് അതിനകത്ത് കയറിയിരിക്കും. കാരണം വിമാനം ഹാൻഡ് ബ്രേക്ക് ഈ റോഡിനെ ലെവലാക്കണം. ഇനി അതും പറ്റിയില്ല മുന്നോട്ട് പോകണം. എന്നിട്ട് അവിടെ ഇട്ട് തിരിക്കണം വണ്ടി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരണം. ആ റോഡിലിട്ട് തിരിക്കാൻ അറിയാലോ ജംഗ്ഷനിൽ. പിടി കിട്ടിയാ കൊറേ നാള് റിസ്ക് ഉള്ള കാര്യം ചെയ്യണ്ട. നമുക്ക് നേരെ കിട്ടിയാലേ ഇപ്പൊ പോകാൻ പറ്റുള്ളൂ. അതിന് ഇത്തിരി മെനക്കെടണമെങ്കിൽ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരുമോ സർക്കാർ? ഇത്ര ചെയ്തു തന്നതാണ്, പഞ്ചായത്തിന് ചെയ്തു തന്നതാണ്. എന്നാൽ ഇവിടെ വരെ ചെയ്തായിരുന്നെങ്കിൽ അതെ ഉപകാരമായത്. മട്ടം കറക്കണ്ട, സമയമെടുത്ത് വേണമെങ്കിൽ നിർത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. പയ്യെ ബെൻഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. മീശമാതാന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് മാറ്റി വെച്ച ആ ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മേടിക്കായിരുന്നു. കടത്തേക്ക് ഇട്ട് കൊടുക്കാൻ വീലൊന്ന് സ്പിൻ ആവുക. കാരണം വേറെ അല്ല നിൽക്കുന്നത്. ഒരുപാട് ചവിട്ടി താത്തരുത്. അത് തന്നെ മതി. കണ്ടാ അതൊന്ന് ഉരുണ്ട് വന്ന് കയറിപ്പോയിരുന്നെങ്കിൽ ആ കുഴപ്പം വരത്തില്ലായിരുന്നു. അത് ഇപ്പൊ ക്ലച്ച് ഹീറ്റ് ആയതാ. ഇയാളിതിന് മാത്രം വണ്ടി മേടിച്ചിട്ടിരിക്കുന്ന എന്തിനാന്ന് എനിക്കൊരു പിടുത്തമില്ല. നിർത്തി ലെഫ്റ്റ് നോക്കി ഇറങ്ങി വാ മക്കളെ. നിർത്തടാ പൊന്നെ, ഒന്ന് നിർത്തിക്കോ. അല്ലാതെ ഉരുട്ടണ്ട. ദേ നോക്കിക്കോ എന്റെ മോള് ലെഫ്റ്റിൽ സ്ഥലം ഉണ്ടാ. അപ്പൊ എന്ത് ചെയ്യണം വണ്ടി? ഇച്ചിരി തിരിക്കും. എന്നിട്ട് വിട്ട് നോക്ക് ലെഫ്റ്റിലേക്ക് വരുമോന്ന്. കണ്ട വരുന്നില്ലെങ്കിൽ ഇച്ചിരി കൂടെ ബെൻഡ് ചെയ്തു. കണ്ട അങ്ങനെ ഇറങ്ങി വന്നാ മതി. തിരിച്ചിറങ്ങി വരുമ്പോ നോക്ക് ഇനി സ്ഥലം ഉണ്ടാ. ബെൻഡ് ചെയ്തെടുക്കാ സ്ഥലം കൂടെ. ലെഫ്റ്റ് കിട്ടുന്നതനുസരിച്ച് ചവിട്ടി നിർത്തി കൊണ്ടുപോവാ. നേരെയാക്കി കൊണ്ടുപോവാ. നിർത്തി ഇവിടെ ഒരു വേരുണ്ടെന്ന് അറിയാലോ. അപ്പൊ അത് മാറ്റണം. അങ്ങനെ അതെല്ലാം കാണാപ്പാടാ. കണ്ട അത് കയറി തെന്നും. കണ്ട ആ വേര് കുറച്ചുകൂടെ ഓർത്ത് വെച്ചിരുന്നെങ്കിൽ മോള് കുറെ കൂടെ നേരെ ആക്കിയാണ്. എവിടുത്തെ ഞാൻ ചുമ്മാ പറയുന്നത്. അങ്ങനെ ഞാൻ എന്തെല്ലാം പറയും. വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു കയറ്റിക്കോ വേണമെങ്കിൽ. പിള്ളേര് ബഹളം ഉണ്ടാക്കുവാ.